എവിടെ വേണമെങ്കിലും പോകാം, രതീഷ് പറയുന്ന പോലെ. യെസ്, അങ്ങനെ എവിടെ വേണമെങ്കിലും പോകാം. നമ്മൾ മടിവാള എത്തിയിരിക്കുകയാണ്. ഏട്ടനും ഞാൻ ഓഫീസിൽ നിന്ന് ഡയറക്റ്റായിട്ട് മടിവാളയ്ക്ക് വന്നു. ഏട്ടൻ വീട്ടിൽ നിന്ന് മടിവാളയ്ക്ക് വന്നു. ഏട്ടൻ വന്ന് ഞങ്ങൾ കാറൊക്കെ ഫോറം മാളിൽ പാർക്ക് ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് പോവുക ചെയ്തത്. ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫുഡ് കഴിക്കണം, പിന്നെ ഏട്ടന് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. ഡ്രസ്സ് എടുക്കണം, കുറേ ആയി ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ട്. അങ്ങനെ പ്ലാൻ ചെയ്തതായിരുന്നു. സത്യം പറഞ്ഞാൽ ഏട്ടന് ഒട്ടും വയ്യായിരുന്നു. പക്ഷേ ഇങ്ങനെ വീട്ടിൽ തന്നെ ഡ്രസ്സ് പഠിച്ച കാരണം ഏട്ടന് ലീവായിരുന്നു, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏട്ടൻ മെയിനായിട്ട് ഫ്രണ്ട്സിനെ കാണും. പിന്നെ ഏട്ടന് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഫുഡും കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഇവിടെ എത്തി നമ്മൾ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. ഏട്ടൻ്റെ ഡ്രസ്സ് എടുത്തു. ഇതാണ് ഏട്ടൻ്റെ ഫ്രണ്ട്സിലെ ഇൻഫ്ലുവൻസർ. ശ്രീറാം എന്നാണ് പേര്. ഇൻഫ്ലുവൻസറാണ്, ഫുഡ് വ്ളോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. നല്ല ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ഈ കാണുന്ന എളിമേലൊന്നും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ ആൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ബീഫിൻ്റെ എന്തോ ഒരു ഐറ്റം കിട്ടുന്ന ഒരു സ്പോട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തു. അപ്പം ഞങ്ങൾ കാർ ആക്ച്വലി അവിടെ പാർക്ക് ചെയ്തിട്ടല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ശ്രീറാമിൻ്റെ ബൈക്കിൻ്റെ കീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ബൈക്ക് ആക്റ്റീവ് ആയിരുന്നു. ഏട്ടൻ കയറിയത് ഈ ബൈക്കിൻ്റെ മേലെയും. അപ്പോൾ ഞങ്ങൾ ആ ആക്റ്റീവൊക്കെ എടുത്ത് ശ്രീറാം പറഞ്ഞ സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാരുതി നഗറിലാണ് ഈ സ്പോട്ട് വരുന്നുണ്ടായിരുന്നത്. ആക്ച്വലി ബ്രെഡ് ബീഫൊക്കെ വന്നിട്ടുള്ളൊരു സാൻഡ്വിച്ച് കൈൻഡ് ഓഫ് ഐറ്റം ആയിരുന്നു. അങ്ങനെയാണ് അവൻ പറഞ്ഞിട്ട് കൊണ്ടുപോയത്. അപ്പം ഞങ്ങൾ ബൈക്കിന് ബ്രേക്ക് കുറവായിരുന്നു. അപ്പോൾ ഏട്ടൻ പതുക്കെ പോവുകയാണ്. മടിവാള മാരുതി നഗർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് മലയാളികളുടെ ഫുഡ് സ്പോട്ട്സ് വരുന്ന ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഫുഡ് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെയൊന്നുമില്ല, ഹെവി ആയിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ ലൈറ്റായിട്ട്. അപ്പോൾ ഇതായിരുന്നു സാൻഡ്വിച്ച് പോലെ എന്നല്ല, സാൻഡ്വിച്ച് തന്നെയാണ്. അപ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ബീഫിൻ്റെ സ്റ്റഫാണ് അതിലുണ്ടായിരുന്നത്. കാരണം എനിക്ക് കുറച്ച് സ്പൈസി ഫുഡാണ് ഇഷ്ടം. പിന്നെ ഇത് കുറച്ച് ഭയങ്കര ബട്ടറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എന്തായാലും ഇവരുടെ കൂടെ പോയതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് ട്രൈ ചെയ്യാനാണല്ലോ പോയത്. എല്ലാവർക്കും ഓരോ ബൈറ്റ് വെച്ച് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഗോകുലേട്ടൻ, ജിംസൺ, പിന്നെ ഗോകുലേട്ടൻ്റെ ഒരു കസിൻ ശ്രീറാം ഞങ്ങളൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയുള്ള തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ആസ് യൂഷ്വൽ എന്ത് കഴിക്കുമെന്ന് അഗാധമായ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ബിരിയാണി. ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. ബൈ.